Most often, autobiographies reveal the painful picture of one's life. Here we are discussing such an autobiography, Judan by Om Prakash Valmiki. Om Prakash Valmiki is a great poet and short story writer in Hindi Dalit literature. ഹിന്ദി ദളിത് ലിറ്ററേച്ചറിലെ പ്രശസ്തനായ പോയറ്റാണ്, ഷോർട്ട് സ്റ്റോറി റൈറ്ററാണ് ഓം പ്രകാശ് വാൽമീകി. അദ്ദേഹത്തിന്റെ ജൂതൻ എന്ന ഓട്ടോബയോഗ്രഫിയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ആൻഡ് ജൂതൻ ഈസ് ദി ഓട്ടോബയോഗ്രഫിക്കൽ വർക്ക് വിച്ച് ഇല്ലസ്ട്രേറ്റ്സ് ദ മിസറബിൾ ലൈഫ് ഓഫ് ഓം പ്രകാശ് വാൽമീകി. ഓം പ്രകാശ് വാൽമീകി ദളിതനാണ്. അദ്ദേഹത്തിന്റെ ശോചനീയമായ ജീവിതം, നരകതുല്യമായ ജീവിതമാണ് ഈ കഥയിലൂടെ, ഈ ഓട്ടോബയോഗ്രഫിയിലൂടെ അദ്ദേഹം വെളിപ്പെടുത്തുന്നത്. And he chose his name Valmiki from the great author of Ramayana, as Valmiki belongs to the sweeper caste. അദ്ദേഹം ഓം പ്രകാശ് വാൽമീകി എന്ന പേര് സ്വീകരിക്കുന്നത് രാമായണത്തിലെ അല്ലെങ്കിൽ രാമായണം എഴുതിയ ശ്രേഷ്ഠനായ വാൽമീകിയുടെ പേരാണ്. കാരണം ആ വാൽമീകി, നമ്മുടെ രാമായണം എഴുതിയ വാൽമീകി സ്വീപ്പർ കാസ്റ്റ്, അതായത് തൂപ്പുകാരുടെ വർഗത്തിൽപ്പെട്ട വ്യക്തിയാണ്. അതുകൊണ്ടാണ് ആ ഒരു സാമ്യത ഉള്ളത് കൊണ്ടാണ് ഈ ഓം പ്രകാശ് വാൽമീകി എന്ന പേര് അദ്ദേഹം സ്വീകരിക്കുന്നത്. ആൻഡ് ലിറ്ററലി ജൂതൻ മീൻസ് സ്ക്രാപ്സ് ഓഫ് ഫുഡ് ലെഫ്റ്റ് ഓൺ ദ പ്ലേറ്റ്, ദാറ്റ് ഈസ് ജൂത മീൻസ് പൊല്യൂട്ടഡ്. ജൂതൻ അല്ലെങ്കിൽ ജൂത എന്ന വാക്കിന്റെ അർത്ഥം പ്ലേറ്റിൽ അവശേഷിക്കുന്ന ഭക്ഷണം, അതായത് മറ്റുള്ളവർ കഴിച്ചിട്ട് ബാക്കി വരുന്ന ഭക്ഷണമാണ് ജൂതൻ എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതായത് ജൂത എന്ന വാക്കിന് പൊല്യൂട്ടഡ് എന്ന അർത്ഥം, അതായത് മലിനമാക്കപ്പെട്ട എന്ന അർത്ഥമാണ്. അതായത് മറ്റുള്ളവർ ഉപയോഗിച്ച് ബാക്കി വന്ന ഭക്ഷണമാണ്, അതിനെയാണ് ജൂതൻ എന്നറിയപ്പെടുന്നത്. ആൻഡ് ദി അൺടച്ചബിൾസ് വെയർ ഫോഴ്സ്ഡ് ടു ഈറ്റ് ലെഫ്റ്റ് ഓവേഴ്സ് ഫോർ സെഞ്ചുറീസ്. അതോടൊപ്പം തന്നെ ഈ ലോ കാസ്റ്റിൽപ്പെട്ട അല്ലെങ്കിൽ അൺടച്ചബിൾ പീപ്പിൾ, അതായത് ദളിത് ജനങ്ങള്, അവര് പലപ്പോഴും അപ്പർ കാസ്റ്റിന്റെ അല്ലെങ്കിൽ ഹൈ കാസ്റ്റ് ഭക്ഷിച്ച ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങളാണ് പലപ്പോഴും അവർക്ക് കിട്ടിയിരുന്നത്. അതുകൊണ്ടാണ് അവരെ ഈ ജൂതൻ എന്ന വാക്ക് അദ്ദേഹം ഇവിടെ തെരഞ്ഞെടുക്കുന്നത്. ആൻഡ് ഓം പ്രകാശ് ആൻഡ് ഹിസ് ഫാമിലി ലിവ്ഡ് ഇൻ ദ കോളനി ഓഫ് അൺടച്ചബിൾസ്. ഓം പ്രകാശ് വാൽമീകി അദ്ദേഹത്തിന്റെ കുടുംബവും താമസിച്ചിരുന്നത് ഒരു ചേരിയിലാണ്, അതായത് ഈ അൺടച്ചബിൾസിന്റെ ഒരു ചേരി, തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ എന്നുള്ള, അതായത് അങ്ങനെയുള്ള താഴേക്കിടയിലുള്ള വർഗം. ആ താഴ്ന്ന ജാതിയിലുള്ള ശൂദ്രജാതിയിൽപ്പെട്ട ആളുകൾ, നമുക്കറിയാം ജാതി സമ്പ്രദായം ഉണ്ടായിരുന്നു, ബ്രാഹ്മിൻസ്, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര. അതിൽ ശൂദ്ര എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ താഴത്തെ ലോവർ കാസ്റ്റ് ആണ് അൺടച്ചബിൾസ്. ആ ആളുകൾ താമസിക്കുന്ന ഒരു ചേരിയിലാണ് ഓം പ്രകാശ് വാൽമീകിയുടെ കുടുംബം താമസിച്ചത്. ചൂറ, ചാമാർ ആൻഡ് ജിൻവാർ ആർ ദി അൺടച്ചബിൾ കാസ്റ്റ്. 3 പ്രധാനപ്പെട്ട കാസ്റ്റുകളാണ്. ഈ കാസ്റ്റുകളാണ് അൺടച്ചബിൾസ് എന്നറിയപ്പെടുന്നത്. ചൂറ, ചാമാർ ആൻഡ് ജിൻവാർ. ഈ 3 കാസ്റ്റുകളാണ് ലോവർ കാസ്റ്റ് അല്ലെങ്കിൽ അൺടച്ചബിൾസ് എന്ന് അറിയപ്പെടുന്നത്. ത്യാഗി ഓർ ത്യാഗ ആർ ദി അപ്പർ കാസ്റ്റ് പീപ്പിൾ ഓഫ് ബോത്ത് ഹിന്ദു ആൻഡ് മുസ്ലിംസ്. ഹിന്ദുക്കളുടെ ഇടയിലും മുസ്ലിങ്ങളുടെ ഇടയിലും അപ്പർ കാസ്റ്റിലുള്ള ആളുകളാണ് ത്യാഗ അല്ലെങ്കിൽ ത്യാഗികൾ. ത്യാഗന്മാര് അല്ലെങ്കിൽ ത്യാഗി എന്ന ആ ഒരു അപ്പർ കാസ്റ്റ് ഹിന്ദുസിലും മുസ്ലിംസിലും ഉള്ളതാണ്. ആൻഡ് ഹിസ് ഹോം വാസ് ഇൻ ഫ്രണ്ട് ഓഫ് ദി സ്റ്റിങ്കിങ് കൗഷഡ് ഓഫ് ആൻ അപ്പർ കാസ്റ്റ് ഫാമിലി. ഒരു അപ്പർ കാസ്റ്റ് ഫാമിലി, അല്ലാതെ ഉന്നത കുലത്തിൽപ്പെട്ട ഒരു കുടുംബത്തിന്റെ കൗഷഡ് തൊഴുത്തിന്റെ തൊട്ട് മുൻപിലാണ് ഓം പ്രകാശ് വാൽമീകിയുടെ വീട്. അതായത് ഏത് നിമിഷവും ഈ തൊഴുത്തിൽ നിന്ന് നാറ്റം വരുന്ന അല്ലെങ്കിൽ ആ ഒരു ഫൗൾ സ്മെല്ല് വരുന്ന ഒരവസ്ഥയിലാണുള്ളത്. ആൻഡ് ഓൺ വൺ സൈഡ് ദർ വാസ് എ പോണ്ട് ആൻഡ് ഓൺ ദി അതർ ദർ വാസ് എ ഹ്യൂജ് ആൻഡ് ഹൈ വാൾ ഓഫ് ദി ത്യാഗാസ്. വീടിന്റെ ഒരു വശത്ത് ഒരു കുളമുണ്ട്, മറുവശത്ത് വലിയ മതിലാണ്. അതായത് ഈ അപ്പർ കാസ്റ്റിൽപ്പെട്ട ത്യാഗികളുടെ ഒരു വലിയ മതിലാണ് ഒരു സൈഡിലുള്ളത്. And his family include 5 brothers, 1 sister, 2 uncles and an elder brother of his father. അദ്ദേഹത്തിന്റെ കുടുംബത്തില് ഒരുപാട് അംഗങ്ങളുണ്ട്. 5 സഹോദരന്മാര്, 1 സഹോദരി, അതേപോലെ 2 അങ്കിൾമാര്, അതേപോലെ തന്നെ അച്ഛന്റെ മൂത്ത സഹോദരൻ. ഇവരൊക്കെ ഉൾപ്പെടുന്ന ഒരു ബിഗ് ഫാമിലിയാണ്. And all of them were hard workers but couldn't get a decent meal at 2 times a day.
എല്ലാവരും നല്ല കഠിനാധ്വാനികളാണ്, നല്ലപോലെ ജോലി ചെയ്യുന്ന ആളുകളാണ്. പക്ഷേ ഒരു ദിവസം 2 നേരം മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കാനുള്ള അവസ്ഥ അല്ലെങ്കിൽ ആ ഒരു സാഹചര്യം, അങ്ങനെയുള്ള ഒരു അവസരം അവർക്കില്ല. കാരണം മോസ്റ്റ് ഓഫൻ ദേ ഗെറ്റ് അബ്യൂസ് ആൻഡ് ബീറ്റിംഗ് ഇൻസ്റ്റെഡ് ഓഫ് പേയ്മെന്റ് ഫ്രം ദി അപ്പർ കാസ്റ്റ്. പലപ്പോഴും ഈ ജോലി ചെയ്യുന്ന സമയത്ത് അവർക്ക് കിട്ടുന്നത് അടിയും തൊഴിയും ചവിട്ടും കുത്തും ഒക്കെയാണ്. അതേപോലെ തന്നെ അബ്യൂസ്, ചീത്തവിളിയും അങ്ങനെയുള്ള മോശം പെരുമാറ്റമാണ്. പലപ്പോഴും അവർക്ക് പൈസ കൊടുക്കാറില്ല, പേയ്മെന്റ് കൊടുക്കാറില്ല, ജോലി ചെയ്യുന്നതിനുള്ള കൂലി അവർക്ക് കിട്ടാറില്ല. മറിച്ച് എപ്പോഴും അടിയും അതേപോലെ തന്നെ വഴക്കും ഒക്കെയാണ് കിട്ടാറുള്ളത്. ആൻഡ് അൺടച്ചബിൾസ് വെയർ നെവർ കൺസിഡേർഡ് ആസ് ഹ്യൂമൻ ബീങ്സ്. ഈ അൺടച്ചബിൾസിനെ, ഈ താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകളെ ഒരിക്കലും മനുഷ്യരായിട്ട് കണക്കാക്കപ്പെട്ടിട്ടില്ല. ആൻഡ് if the upper caste people happened to touch these untouchables, they treat themselves as polluted. ഇനി എപ്പോഴെങ്കിലും ഈ അൺടച്ചബിൾസിനെ, ഈ താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകളെ ഒന്ന് തൊടാനിടയായാൽ, അപ്രതീക്ഷിതമായെങ്കിലും ഒന്ന് തൊടാനിടയായാൽ, അത് അവര് മലിനമാക്കപ്പെട്ടു എന്ന് പിന്നീട് ചിന്തിച്ചു തുടങ്ങും. അതായത് പിന്നീട് ശുദ്ധി ചെയ്തതിന് ശേഷം മാത്രമാണ് അവര് നോർമൽ ലൈഫിലേക്ക് വരുള്ളൂ. അത്തരത്തിലുള്ള ഒരു വികൃതമായ ഒരു കോൺസെപ്റ്റ് ആയിരുന്നു നിലനിന്നിരുന്നത്. ആൻഡ് സേവക് റാം മസീഹി വാസ് ദ ഫസ്റ്റ് ടീച്ചർ ഇൻ വാൽമീകിസ് ലൈഫ്. അങ്ങനെ ഇതാണ് ഓം പ്രകാശ് വാൽമീകിയുടെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട്. അങ്ങനെയുള്ള അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് ആദ്യം വരുന്ന അധ്യാപകനാണ് സേവക് റാം മസീഹി. അത് പാരഗ്രാഫിൽ ചോദിക്കാം. ഇൻഫ്ലുവൻസ് ഓഫ് സേവ റാം മസീഹി, അല്ലെങ്കിൽ ഫസ്റ്റ് ടീച്ചർ ആരാണ്, ഹു ഇസ് ദ ഫസ്റ്റ് ടീച്ചർ, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാം. ഹി വാസ് എ ക്രിസ്ത്യൻ ഹു ഓൾവേസ് സിറ്റ് വിത്ത് ദ അൺടച്ചബിൾസ് ആൻഡ് ടോട്ട് ദം റീഡിംഗ് ആൻഡ് റൈറ്റിംഗ്. ഈ അധ്യാപകൻ എല്ലായ്പ്പോഴും ഈ അൺടച്ചബിൾ ആയിട്ടുള്ള കുട്ടികളുമായിട്ടാണ് ചങ്ങാത്തമുള്ളത്. അവരെ എഴുത്തും വായനയും പഠിപ്പിച്ച ഒരു അധ്യാപകനാണ് സേവക് റാം മസീഹി. ആൻഡ് വാൽമീകി ലേൺഡ് ആൽഫബറ്റ്സ് ഫ്രം ഹിം. അദ്ദേഹത്തിൽ നിന്ന് ഓം പ്രകാശ് വാൽമീകി ആൽഫബറ്റ്സ് പഠിക്കുന്നു. ആൻഡ് Valmiki's father took him to basic primary school as he had an argument with the teacher and got admission after several days of request. അങ്ങനെ ആൽഫബറ്റ് പഠിച്ച് അങ്ങനെ നല്ല രീതിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ വാൽമീകി, അദ്ദേഹത്തിന്റെ അധ്യാപകനോട് വാൽമീകിയുടെ അച്ഛൻ ഒരു ചെറിയൊരു ആർഗ്യുമെന്റ് നടത്തുന്നു. അങ്ങനെ ഒരു ചെറിയ ഒരു വർത്തമാനത്തിന്റെ പേരിൽ അല്ലെങ്കിൽ ചെറിയൊരു തർക്കത്തിന്റെ പേരിൽ കുട്ടിയെ അവിടെ നിന്നും മാറ്റി ബേസിക് പ്രൈമറി സ്കൂളിലേക്കാകുന്നു. ഗവൺമെന്റ് സ്കൂളാണ്. അവിടെ അഡ്മിഷന് വേണ്ടിയിട്ട് ആ സമയത്ത് ഗാന്ധിജിയുടെ പ്രവർത്തന ഫലമായി സ്കൂളുകൾ എല്ലാ കുട്ടികൾക്കും തുറന്നു കൊടുക്കുന്ന, അതായത് ആദ്യം നമുക്കറിയാം അൺടച്ചബിൾസിന് സ്കൂളിൽ പഠിക്കാനുള്ള അവസരമില്ലായിരുന്നു. ഗാന്ധിജിയുടെ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് അങ്ങനെ ആ ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുന്നത്. എല്ലാ കുട്ടികൾക്കും സ്കൂളിൽ പഠിക്കാമെന്നുള്ള ഒരു നിയമം വരുന്നു. ആ സമയത്ത് നമ്മുടെ ഓം പ്രകാശ് വാൽമീകിയെ പ്രൈമറി സ്കൂളിൽ, ബേസിക് പ്രൈമറി സ്കൂളിലേക്ക് ചേർക്കണമെന്ന ആവശ്യവുമായിട്ട് അദ്ദേഹത്തിന്റെ പിതാവ് വരുന്നു. ആൻഡ് ആഫ്റ്റർ സെവറൽ ഡേയ്സ് ഓഫ് റിക്വസ്റ്റ് ഹി വാസ് അഡ്മിറ്റഡ് ഇൻ ദി സ്കൂൾ. ഒരു കുറെ പ്രാവശ്യം അതിനായിട്ട് നടക്കുന്നു. അതായത് ഒരു ദളിതനെ അല്ലെങ്കിൽ താഴ്ന്ന ജാതിയിൽപ്പെട്ട ഒരു കുട്ടിയെ ക്ലാസ്സിൽ പഠിപ്പിക്കാൻ അല്ലെങ്കിൽ പഠിക്കാൻ ഇരുത്തുക എന്നുള്ളത് അധ്യാപകർക്ക് പോലും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു സമയമാണ്. ഈ സമയത്ത് അതായത് അദ്ദേഹത്തിന്റെ പിതാവ് ഒരുപാട് റിക്വസ്റ്റുമായിട്ട് ഇങ്ങനെ പല ആളുകളെയും കാണുന്നു. അങ്ങനെ അവസാനം ആ സ്കൂളിൽ അഡ്മിഷൻ കിട്ടുന്നു. ആൻഡ് അറ്റ് ദാറ്റ് ടൈം ഗവൺമെന്റ് സ്കൂൾസ് allowed untouchables to study as the advice of Gandhiji. And the school life was very miserable and a dreadful one. ഇനി സ്കൂൾ ജീവിതം നമ്മളുടെ സേവക് റാം മസീഹിയുടെ അടുത്തുനിന്ന് വളരെ നല്ല രീതിയിൽ ആൽഫബറ്റ്സ് ഒക്കെ പഠിച്ച് സന്തോഷത്തോടു കൂടി മുന്നോട്ട് വന്ന ഓം പ്രകാശ് വാൽമീകിയുടെ ജീവിതം ബേസിക് പ്രൈമറി സ്കൂളിൽ എത്തിയപ്പോഴേക്കും നരക തുല്യമായി മാറുന്നു. ആൻഡ് വാൽമീകി ഹാഡ് ടു സിറ്റ് ഓൺ ദ ഫ്ലോർ which do not have even a mat to sit there. അദ്ദേഹത്തിന് സ്കൂളിലെത്തുന്ന അദ്ദേഹം നിലത്തിരിക്കേണ്ടി വരുന്നു. അതായത് ഓം പ്രകാശ് വാൽമീകി അൺടച്ചബിൾ ആണ്, അതുകൊണ്ട് ബെഞ്ചിലൊന്നും ഇരിക്കാൻ പാടില്ല, നിലത്തിരിക്കുന്നു. ആ നിലത്ത് ഒരു മാറ്റ് പോലും ഇല്ല, ഒന്നുമില്ലാത്ത ആ നിലത്ത്, പൊടി പിടിച്ച് കിടക്കുന്ന നിലത്ത് ഇരിക്കാനാണ് ആവശ്യപ്പെടുന്നത്. ആൻഡ് സംടൈംസ് he was asked to sit near the door and so cannot read letters from the blackboard.
ചില സമയത്ത് അവനോട് ആവശ്യപ്പെടുന്നത് ഡോറിന്റെ അടുത്ത് പോയിരിക്കാൻ. കാരണം അത്രയും ദൂരത്ത് നിന്നും, ഹൈകാസ്റ്റിലെ കുട്ടികളിൽ നിന്നും വളരെ ദൂരെ ഇരിക്കാൻ, ഡോറിന്റെ അടുത്തിരിക്കാൻ പറയുന്നു. അങ്ങനെ ഡോറിന്റെ അടുത്തിരിക്കാൻ പറയുന്ന കുട്ടിക്ക് അവിടെ ഇരുന്ന് ബ്ലാക്ക് ബോർഡിൽ എഴുതുന്ന അക്ഷരങ്ങൾ കാണാൻ പറ്റാത്ത അവസ്ഥ എത്തും. ആൻഡ് അപ്പർ കാസ്റ്റ് ചിൽഡ്രൻ ടീസ്ഡ് ഹിം ബൈ കോളിംഗ് ചൂരേക്ക ആൻഡ് സംടൈംസ് ബീറ്റ് ഹിം വിതൗട്ട് റീസൺ. ഈ അപ്പർ കാസ്റ്റിലെ കുട്ടികൾ അതേപോലെ ചൂരക്ക എന്ന് വിളിക്കുന്നു. അതേപോലെ തന്നെ ചൂരക്ക എന്ന് പറഞ്ഞാൽ താഴ്ന്ന ജാതിയിൽപ്പെട്ട കുട്ടിയെ വിളിക്കുന്ന പേരാണ്. അങ്ങനെ വിളിക്കുന്നതിനെ പലപ്പോഴും അടിക്കുന്നു, ഒരു കാരണമില്ലാതെ. വെറുതെ നമ്മൾ പറയില്ല, തോണ്ടിയിട്ട് പോവാ, തട്ടിയിട്ട് പോവാ, അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നു. വെറുതെ എല്ലാവർക്കും പിടിച്ചടിക്കാൻ പറ്റുന്ന ഒരു കുട്ടിയായി മാറുന്നവൻ. ആൻഡ് സംടൈംസ് ബീറ്റ് ഹിം വിതൗട്ട് റീസൺ ആൻഡ് ഇറ്റ് മേഡ് ഹിം ആൻ ഇറിറ്റബിൾ ഇൻട്രോവേർട്ട്. ഈ പ്രവർത്തനങ്ങൾ, അതായത് മറ്റുള്ളവരുടെ കളിയാക്കലും അടിച്ചിട്ട് പോകലും ഒക്കെ അവനെ ഒരു ഇൻട്രോവേർട്ട് ആക്കി മാറ്റുന്നു. അവനൊരു ഇൻട്രോവേർട്ട് മീൻസ് അന്തർമുഖനാക്കി മാറ്റുന്നു. അതായത് അസ്വസ്ഥനായ ഇറിറ്റബിൾ ഇൻട്രോവേർട്ട്. കാരണം തന്റെ ജീവിതം എന്താണ് ഇങ്ങനെ, അങ്ങനെയുള്ള തന്നോട് തന്നെ വെറുപ്പുള്ള ഒരു കുട്ടിയായി മാറുന്നു. ആൻഡ് ഓൾ ദ ടീച്ചേഴ്സ് ബിലോങ്ഡ് ടു ദ അപ്പർ കാസ്റ്റ് ആൻഡ് സോ ദേ ഓൾസോ ഹേറ്റഡ് ഹിം. ഇനി അധ്യാപകരുടെ അവസ്ഥ അതിനേക്കാളും മോശമാണ്. അതായത് ഈ അധ്യാപകരെല്ലാം ഹൈ കാസ്റ്റിൽ ഉൾപ്പെട്ടവരാണ്. അതുകൊണ്ട് അവർക്കും ഈ കുട്ടിയോട് വളരെ വെറുപ്പാണ്. ആൻഡ് ബോത്ത് ദ ടീച്ചേഴ്സ് ആൻഡ് ദ സ്റ്റുഡൻസ് ട്രൈ ടു സ്റ്റോപ്പ് ഹിസ് എഡ്യൂക്കേഷൻ. ഈ താഴ്ന്ന ജാതിയിൽപ്പെട്ട ഈ കുട്ടിയെ എങ്ങനെയെങ്കിലും സ്കൂളിൽ നിന്ന് ഒഴിവാക്കണം, അല്ലെങ്കിൽ അവന്റെ വിദ്യാഭ്യാസം ഇല്ലാതാക്കി അവനെ എങ്ങനെയെങ്കിലും അവിടുന്ന് പറഞ്ഞു വിടണമെന്നുള്ളതാണ് കുട്ടികളുടെയും അധ്യാപകരുടെയും താല്പര്യം. ആൻഡ് ദേ ബിലീവ്ഡ് ദാറ്റ് ഹി ഹാസ് ടു ഡു ദ സ്വീപ്പർ വർക്ക് ഓൺലി. അവരൊക്കെ പറയുന്നത് അവൻ സ്വീപ്പർ ഫാമിലിയിൽ, അല്ലെങ്കിൽ തൂപ്പുകാരനായിട്ട് ജനിച്ചവൻ തൂപ്പുകാരനായിട്ട് തന്നെ തുടർന്നാൽ മതി, അവന്റെ ഫാമിലി തൊഴിലാണ്, കുലത്തൊഴിലാണത്, അങ്ങനെ ചെയ്താൽ മതി, അവൻ പഠിക്കൊന്നും വേണ്ട എന്ന ആ ഒരു കോൺസെപ്റ്റ്. ആൻഡ് റാം സിംഗ് ആൻഡ് സുഖാൻ വെയർ ഹിസ് ക്ലാസ്മേറ്റ്സ് ഓഫ് ദി സെയിം കാസ്റ്റ്. അവന്റെ അതേ അൺടച്ചബിൾ കാസ്റ്റിൽ ഉൾപ്പെട്ട രണ്ട് കുട്ടികളാണ് റാം സിംഗും അതേപോലെ സുഖനും. അവരുടെയും അവസ്ഥ ഇത് തന്നെയാണ്. ആൻഡ് ബോത്ത് ഓഫ് ദം വർ ഗുഡ് അറ്റ് സ്റ്റഡീസ് ബട്ട് ഓഫൻ ഇൻസൾട്ടഡ് ആൻഡ് ടീസ്ഡ് ബൈ ടീച്ചേഴ്സ് ആൻഡ് സ്റ്റുഡൻസ്. ഈ രണ്ട് കുട്ടികളും പഠിക്കാൻ നല്ല മിടുക്കരാണ്. പക്ഷേ അവരും ഈ അധ്യാപകരുടെയും കുട്ടികളുടെയും കളിയാക്കലുകളും അതേപോലെ തന്നെ മോശ പെരുമാറ്റം ഒക്കെ അനുഭവിക്കേണ്ടതായി വരുന്നു. ആൻഡ് ഇഫ് ദ ത്രീ വോർ ഗുഡ് ഡ്രസ് ദേ ഓൾസോ ടീസ്ഡ് ദം. ഇനി നല്ല ഡ്രസ് ഇട്ടിട്ടാണ് ഈ കുട്ടികൾ വരുന്നതെങ്കിൽ, ഈ മൂന്ന് കുട്ടികൾ ശൂദ്ര ഫാമിലിയിലാണെങ്കിൽ അൺടച്ചബിൾ കാസ്റ്റിൽ ഉൾപ്പെട്ട ഈ മൂന്ന് കുട്ടികളും നല്ല ഡ്രസ് ഇട്ടിട്ട് വരികയാണെങ്കിൽ ദ അപ്പർ കാസ്റ്റ് പീപ്പിൾ ഓർ ദ അപ്പർ കാസ്റ്റ് ചിൽഡ്രൻ ആൻഡ് ടീച്ചേഴ്സ് ടീസ്ഡ് ദം. അവർ കളിയാക്കും, ടീച്ചേഴ്സും കുട്ടികളും കളിയാക്കാൻ തുടങ്ങും. ആൻഡ് ഇഫ് ദേ വോർ ബാഡ് ഡ്രസ് ദേ ടീസ് ദം ബൈ സേയിങ് ദാറ്റ് ഹി ഈസ് തിങ്കിങ്. ഇനി അവര് മോശം ഡ്രസ്സാണ്, അതായത് ഓൾഡ് ആൻഡ് ഷാബി ക്ലോത്ത്സ് ആണ് ഇട്ടേക്കുന്നത് എങ്കിൽ, കീറി പറഞ്ഞ അല്ലെങ്കിൽ കുറച്ച് പഴകിയ ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നതെങ്കിൽ മാറുന്നു എന്ന് പറഞ്ഞിട്ട് അവരെ ഒഴിവാക്കും. അങ്ങനെ നല്ല ഡ്രസ്സ് ഇടാനും കഴിയില്ല, മോശം ഡ്രസ്സ് ഇടാനും കഴിയില്ല. അങ്ങനെ ഒരു മോശമായ ഒരു അവസ്ഥയിലായിരുന്നു ഈ മൂന്ന് കുട്ടികളുടെയും ജീവിതം. ആൻഡ് ഇൻ ഹിസ് 4th സ്റ്റാൻഡേർഡ് കലീറാം വാസ് ദി ഹെഡ് മാസ്റ്റർ. അങ്ങനെ നമ്മളുടെ ഓം പ്രകാശ് വാൽമീകി 4th സ്റ്റാൻഡേർഡിലെത്തുന്നു. 4th സ്റ്റാൻഡേർഡിലെത്തുന്ന സമയത്ത് കലീറാമാണ് അവന്റെ ഹെഡ് മാസ്റ്റർ ആയിട്ട് വരുന്നത്. ആൻഡ് ഹി വാസ് സോ ക്രൂവൽ ആൻഡ് ബീറ്റ് ദ 3 ബോയ്സ് എവറി ഡേ. ഈ കലീറാം വളരെ ക്രൂരനായ ഒരു ഹെഡ് മാസ്റ്റർ ആണ്. അയാള് എല്ലാ ദിവസവും ഈ മൂന്ന് കുട്ടികളെയും പിടിച്ചടിക്കും. യാതൊരു കാരണവുമില്ലാതെ ഈ കുട്ടികളെ പിടിച്ചടിക്കുന്ന ക്രൂരനായ ഒരു ഹെഡ് മാസ്റ്റർ. One day Kaliram asked Valmiki to climb on a teak tree and break twigs and make a broom to clean the whole school. ഒരു ദിവസം കലീറാം ഓംപ്രകാശ് വാൽമീകിയോട് പറയുന്നു, തൊട്ടടുത്തുള്ള തേക്ക് മരത്തിൽ കയറിയിട്ട് അവിടെയുള്ള ചെറിയ ചെറിയ കമ്പുകൾ, ആ മരത്തിലുള്ള ചെറിയ ചെറിയ കമ്പുകൾ പൊട്ടിച്ച് ഒരു ചൂലാക്കി മാറ്റി ആ സ്കൂൾ മുഴുവൻ അടിച്ച് വൃത്തിയാക്കാൻ പറയുന്നു. ആൻഡ് he declared that sweeping is his family occupation. കാരണം നിന്റെ കുലം സ്വീപ്പിംഗ് ഫാമിലിയിൽ അല്ലെങ്കിൽ സ്വീപ്പിംഗ് കാസ്റ്റിൽ ഉൾപ്പെട്ടതാണ്, നിന്റെ കുല തൊഴിലാണിത്, അതുകൊണ്ട് ആ സ്കൂൾ മുഴുവൻ വൃത്തിയാക്കണമെന്ന് പറയുന്നു.
And Valmiki alone swept all the classrooms and the playground while all the other children learned in the classroom. ഹെഡ്മാസ്റ്റർ പറഞ്ഞതനുസരിച്ച് ക്ലാസ് റൂമുകളും അതേപോലെ തന്നെ ആ സ്കൂളിന്റെ പരിസരവും എല്ലാം ഓം പ്രകാശ് വാൽമീകി ഒറ്റയ്ക്ക് വൃത്തിയാക്കുന്നു. അതേസമയം ബാക്കിയുള്ള കുട്ടികളൊക്കെ ക്ലാസ് റൂമിൽ നിന്ന് പഠിക്കുകയാണ്. ആൻഡ് ഹിസ് ഫേസ് ആൻഡ് മൗത്ത് വെയർ കവേർഡ് വിത്ത് ഡസ്റ്റ്. ഈ സമയത്ത് ആ പൊടി കാരണം അവന്റെ മൂക്കും വായും ഒക്കെ പൊടി നിറഞ്ഞു. കാരണം അത്രത്തോളം പൊടി നിറഞ്ഞ ഒരു അന്തരീക്ഷം, അടിച്ചു വരാതൊക്കെ ഇട്ടിരുന്ന ആ ഒരു ക്ലാസ് റൂമും പ്ലേ ഗ്രൗണ്ടും ഒക്കെ വൃത്തിയാക്കിയതാണ്. ആൻഡ് ഹി വാസ് നോട്ട് അലൗഡ് ടു ഡ്രിങ്ക് ഈവൻ വാട്ടർ. വെള്ളം കുടിക്കാൻ പോലുള്ള അവസരം അയാൾ കൊടുത്തില്ല. കലിറാമ ഇത്തിരി വെള്ളം കുടിക്കാൻ പോലും ആ കുട്ടിക്ക് അവസരം കൊടുത്തില്ല. ആൻഡ് ദി സെക്കൻഡ് ഡേ വാസ് ഓൾസോ ദ സെയിം ഇൻ വാൽമീകിസ് ലൈഫ്. രണ്ടാമത്തെ ദിവസവും ഇതേ പ്രവർത്തനം തുടർന്നു. അതായത് ക്ലാസ് റൂമും അതേപോലെ പ്ലേ ഗ്രൗണ്ടും ഒക്കെ വൃത്തിയാക്കി. ആൻഡ് ഓൺ ദ തേർഡ് ഡേ വാൽമീകി ട്രൈഡ് ടു ഹൈഡ് ഇൻ ദ കോർണർ ഓഫ് ദ ക്ലാസ് റൂം ബട്ട് വാസ് കോട്ട് ബൈ കലീറാം. മൂന്നാമത്തെ ദിവസവും സ്കൂള് പരിസരമൊക്കെ അടിച്ചു വാരാൻ പറയുന്ന സമയത്ത് അത് പേടിച്ച് ഓം പ്രകാശ് വാൽമീകി ക്ലാസ് റൂമിന്റെ സൈഡിൽ ഒളിച്ചു നിന്നു. പക്ഷേ കലീറാം അദ്ദേഹത്തെ കണ്ടുപിടിക്കുന്നു. ആൻഡ് ഹി ആസ്ക്ഡ് വാൽമീകി ടു സ്വീപ് ദ ഹോൾ സ്കൂൾ. സ്കൂൾ മുഴുവൻ വൃത്തിയാക്കാൻ ആവശ്യപ്പെടുന്നു. അട്ടഹസിച്ചിട്ടാണ് പറയുന്നത്. ആൻഡ് വൈൽ ഹി സ്റ്റാർട്ടഡ് സ്വീപ്പിംഗ് ദ ക്ലാസ് റൂംസ് ആൻഡ് പ്ലേ ഗ്രൗണ്ട് ഇൻ ടെറർ ആൻഡ് ഫിയർ, ഹിസ് ഫാദർ ഹാപ്പൻഡ് ടു പാസ് ബൈ നിയർ ദ സ്കൂൾ ആൻഡ് സോ ഹിസ് സൺ സ്വീപ്പിംഗ്. അങ്ങനെ മൂന്നാമത്തെ ദിവസം കലീറാം അട്ടഹസിച്ച് പേടിച്ച് പറിച്ച് നമ്മുടെ വാൽമീകി ആ ക്ലാസ് റൂം ഒക്കെ വൃത്തിയാക്കുന്ന സമയത്ത്, പ്ലേ ഗ്രൗണ്ട് വൃത്തിയാക്കുന്ന സമയത്ത് വാൽമീകിയുടെ അച്ഛൻ ആ വഴി കടന്നു പോകുന്നു. അദ്ദേഹം കാണുന്നു തന്റെ മകൻ ക്യാമ്പസ് വൃത്തിയാക്കുന്നത്, അടിച്ചു വാരുന്നത്. ആൻഡ് ഹി ത്രോ ദ ബ്രൂം ഫ്രം ഹിം ആൻഡ് ഷൗട്ടഡ് അറ്റ് ദ ഹെഡ് മാസ്റ്റർ. പെട്ടെന്ന് ഓടി വന്ന് തന്റെ മകന്റെ കയ്യിലുള്ള ചൂല് വലിച്ച് ദൂരെ എറിയുന്നു. എന്നിട്ട് കലീറാമിനോട് ഷൗട്ട് ചെയ്യുന്നു, ഒരുപാട് ദേഷ്യപ്പെടുന്നു. ആൻഡ് ഹി അഷ്യൂർഡ് ദാറ്റ് വാൽമീകി വിൽ സ്റ്റഡി ദെയർ ആൻഡ് അതർ അൺടച്ചബിൾ ബോയ്സ് വിൽ ഓൾസോ സ്റ്റഡി ദെയർ. അദ്ദേഹം പറയുന്നു, ഒരുപാട് വാക്ക് തർക്കങ്ങൾ അവർ തമ്മിൽ ഉണ്ടാകുന്നു. അതായത് കലീറാം പറയുന്നു, ഇവൻ സ്വീപ്പർ കാസ്റ്റിൽ ഉൾപ്പെട്ടവനാണ്, അവന്റെ ജോലി ചെയ്താൽ മതി, പഠിത്തം എന്ന് പറയുന്നത് അവന് അനുവദിച്ചതല്ല, അല്ലെങ്കിൽ അവന് അർഹതപ്പെട്ടതല്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഈ സമയത്ത് ഓം പ്രകാശ് വാൽമീകിയുടെ അച്ഛൻ പറയുന്നു, അവൻ ഇവിടെ തന്നെ പഠിക്കും, അവൻ മാത്രമല്ല ബാക്കി അൺടച്ചബിൾ കാസ്റ്റിൽ ഉൾപ്പെട്ട കുട്ടികളും ഇവിടെ തന്നെ പഠിക്കും എന്ന് പറഞ്ഞ് കുട്ടിയുടെ കൈപിടിച്ചു പോകുന്നു. And he went to the Tyagis' houses with the request, but everyone turned deaf ear to him. അങ്ങനെ തന്റെ സ്കൂളില് തന്റെ മകൻ വീണ്ടും പഠിക്കണം എന്ന ആഗ്രഹത്തിൽ അപ്പർ കാസ്റ്റിന്റെ ത്യാഗികളുടെ വീട്ടിൽ അദ്ദേഹം കയറി ഇറങ്ങുന്നു. കാരണം ഈ ത്യാഗികൾക്ക് വേണ്ടിയിട്ടാണ് ഇവർ ജോലി ചെയ്യുന്നത്. അവരുടെയൊക്കെ വീടുകളിൽ പോയി പറയുന്നു, പക്ഷെ ആരും അദ്ദേഹത്തിന്റെ റിക്വസ്റ്റ് കേൾക്കുന്നില്ല. ആൻഡ് ഹി വാസ് നെഗ്ലക്റ്റഡ് ബൈ ദി അപ്പർ കാസ്റ്റ്. എല്ലായിടത്തുനിന്നും അദ്ദേഹത്തെ അവഗണിക്കുകയാണ്. ആൻഡ് അറ്റ് ലാസ്റ്റ് ഹി മെറ്റ് ദ പ്രധാൻ ഓഫ് ദ വില്ലേജ് ആൻഡ് ഗോട്ട് പെർമിഷൻ ടു സ്റ്റഡി ഇൻ ദ സ്കൂൾ. അവസാനം പ്രധാൻ, ആ ഗ്രാമത്തിലെ പ്രധാനിയെ പോയി കാണുന്നു. അങ്ങനെ തന്റെ മകന് അഡ്മിഷൻ അവിടെ കിട്ടുന്നു. ആൻഡ് ഓട്ടോബയോഗ്രഫീസ് ആർ ദ റിയൽ ലൈഫ് പിക്ചേഴ്സ് ഓഫ് ഓൺസ് ലൈഫ്. ഇവിടെ ഓം പ്രകാശ് വാൽമീകിയുടെ ജീവിതത്തിൽ ഇവിടെ നമുക്കറിയാം അധ്യാപകരാണ് ആ കുട്ടിയെ വേർതിരിച്ച് കാണുന്നത്. കുട്ടികളെക്കാൾ കൂടുതൽ, അതായത് കുട്ടികൾക്ക് നേർവഴി പറഞ്ഞു കൊടുക്കേണ്ട അധ്യാപകരാണ് ആ ഒരു വേർതിരിവ് കാണിക്കുന്നത്. ഹെഡ് മാസ്റ്റർ, കലീറാം എന്ന ഹെഡ് മാസ്റ്റർ, അതേപോലെ തന്നെ അപ്പർ കാസ്റ്റിൽപ്പെട്ട മറ്റ് അധ്യാപകരും ആ കുട്ടിയോട് വേർതിരിവ് കാണിക്കുന്നു. സമൂഹത്തിൽ നല്ല മൂല്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ട അധ്യാപകരുടെ ഈ വിവേചനമൊക്കെ നമുക്ക് ഈ ഓട്ടോബയോഗ്രഫിയിൽ കാണാൻ സാധിക്കും. ഇത് മാത്രമല്ല, ഇതേപോലെയുള്ള മറ്റൊരു ഓട്ടോബയോഗ്രഫിയാണ് ശരൺകുമാർ ലിംബാലയുടെ ഔട്ട്കാസ്റ്റ് എന്ന ഓട്ടോബയോഗ്രഫി. അതിലും ഇതേ അവസരങ്ങൾ, ഇതേപോലെയുള്ള സിമിലർ സർക്കംസ്റ്റാൻസസ് നമുക്ക് കാണാൻ സാധിക്കും. സ്കൂളില് ടീച്ചേഴ്സിൽ നിന്നും അവഗണന നേരിടുന്ന ദളിത് കുട്ടിയുടെ അവസ്ഥ നമുക്ക് ആ ഒരു ഓട്ടോബയോഗ്രഫിയിലും കാണാൻ സാധിക്കും. ഹിയർ ത്രൂ ദി എഫേർട്സ് ഓഫ് ഗ്രേറ്റ് ലീഡേഴ്സ് ലൈക്ക് ഗാന്ധിജി, ലോവർ കാസ്റ്റ് പീപ്പിൾ ഗോട്ട് റിസർവേഷൻ ആൻഡ് എ പ്ലേസ് ഇൻ സൊസൈറ്റി. ഗാന്ധിജിയെ പോലെയുള്ള നേതാക്കളുടെ ശ്രമഫലമായി ഈ താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകൾക്ക് റിസർവേഷൻ ഉണ്ടാകുന്നു, റിസർവേഷൻ കിട്ടുന്നു, സംവരണം ഉണ്ടാകുന്നു. അങ്ങനെ അവരെ സമൂഹത്തിന്റെ ഉന്നതിയിലേക്ക് കൊണ്ടുവരാൻ ഒരുപാട്
നേതാക്കൾ ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ അവർക്ക് ഒരുപാട് മാറ്റങ്ങൾ അവരുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. ആൻഡ് ഗാന്ധിജി കോൾഡ് ദം ദ ചിൽഡ്രൻ ഓഫ് ഗോഡ്. ഗാന്ധിജി അവരെ വിളിച്ചത് ദൈവത്തിന്റെ മക്കളെന്നാണ് ഈ അൺടച്ചബിൾ ജനതയെ ഗാന്ധിജി വിളിച്ചത്. ഇതിൽ ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് പ്രധാനപ്പെട്ടത് ഫസ്റ്റ് ടീച്ചർ, ഹു ഇസ് ദ ഫസ്റ്റ് ടീച്ചർ ഇൻ വാൽമീകിസ് ലൈഫ്, അത് ചോദിക്കാം. പിന്നീട് ദ ലൈഫ് ഓഫ് ഓം പ്രകാശ് വാൽമീകി ഇൻ ബേസിക് പ്രൈമറി സ്കൂൾ, ബേസിക് പ്രൈമറി സ്കൂളിലെ ദ മിസറബിൾ ലൈഫ് ഓഫ് ഓം പ്രകാശ് വാൽമീകി, ആ ശോചനീയമായ ഓം പ്രകാശ് വാൽമീകിയുടെ ജീവിതം, ബേസിക് സ്കൂളിലുള്ള ജീവിതം, അതിനെക്കുറിച്ച് വിവരിക്കാൻ ചോദിക്കാം. These are the main points. Hope it is useful to you. Thank you.